ആഭരണം അടിച്ചോണ്ട് പോയി. ഞാനൊന്നും അടിച്ചോണ്ട് പോയിട്ടില്ല. ഇത് ബാഗിലായി പോയതാണ്. അവര് തന്നാണ്, ഇടാൻ വേണ്ടിട്ട് തന്ന കമ്മലാണ്. ഇത് കണ്ട കൂടി വന്ന 40 രൂപ കാണും അല്ലേ? 40 രൂപ ഫാൻസി ഷോപ്പ്. പെട്ടെന്നൊന്ന് തീർക്കുവാൻ വെറുതെ എന്റെ വായം തെറിയേക്കണ്ട. എന്ത് പറഞ്ഞാലും എനിക്ക് വയ്യ. എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിനെ കുറിച്ചുള്ള തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുറേ വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അത് കുറേ കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് അതൊക്കെ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രേണുവിനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് വരണ്ട കേട്ടോ. നിങ്ങൾ വഴിക്ക് പോകുക. ഞാൻ എന്നും ദൈവത്തെ ഓർത്തെന്ന് പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ വെട്ടുപഴിച്ച് വരുന്നുണ്ട് ഇങ്ങോട്ട്. നിങ്ങൾ വന്ന് വെറുതെ കമൻറ്റ് ഇട്ട് നിങ്ങൾ തന്നെ മോശക്കാരാകാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിന്ന് കണ്ടാൽ മതി. അതല്ല നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് എന്നാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടേച്ച് പൊക്കോളുക. പിന്നെ വേറെ കാര്യം പറയണം, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. എപ്പോഴും ദേവു എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ദേവു ഞാൻ കണ്ടിട്ടില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ദേവുവിൻ്റെ കമൻറ്റ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ദേവുവിൻ്റെ കമൻറ്റുകൾ നോക്കാറുണ്ട്. ദേവുവിൻ്റെ കമൻറ്റ് വന്നോ ഇല്ലയോ എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പം ഒരുപാട് താങ്ക്സ് ദേവു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാൻ കേട്ടോ. രേണുവിൻ്റെ തന്നെയാണ്. ആദ്യം തന്നെ കഥാനായിക ഡോറൊക്കെ തുറന്ന് വരുന്ന ഒരു സീനാണ് കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് കാണാനുള്ളത്. ഇതൊക്കെ എനിക്കൊന്ന് ക്യാമറമാരെയൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചേക്ക് വേണം. അതിനൊക്കെ മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇവർക്ക് നല്ല ഭയമുണ്ട് കേട്ടോ. ഇതുവരെ ഈ ഷെബീന ബീബി പറഞ്ഞ കാര്യത്തിൽ ഇവരാരും ആ ഒരു വിഷയം എടുത്ത് പ്രതികരിച്ചിട്ടില്ല. ആ ഒരു സംഭവമേ പ്രതികരിച്ചിട്ടില്ല. സജിന ഗോൾഡ് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞുകൊണ്ട് സജിനയും രേണു കൂടെ നിൽക്കുന്ന കുറേ ഫോട്ടോയൊക്കെ ഇങ്ങനെ ഇട്ട് അതിങ്ങനെ ഇന്ന് കുത്തറേ സ്വർണ്ണം കൊണ്ടുവരാൻ പറ്റും അങ്ങനെയൊക്കെ ഇടുന്നല്ലാതെ അവർ പറഞ്ഞിട്ടുള്ള ബാക്കി ഒരു കാര്യത്തിനും ഇവർ ഇതുവരെയായിട്ട് എതിർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ളത് ആൾക്കാർ കൂടുതൽ വിശ്വസിക്കാൻ കാരണം. ഈ ഷെബീന ബീബി പറഞ്ഞ കാര്യം, അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും പക്ഷേ രേണുവിനെ എതിർക്കണമെന്നുണ്ട്. എവിടേക്കോ ആ ദേഷ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഈ ഒരു പല ഷൂട്ടിനിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റേത് രേണു ക്യാമറ കൊണ്ട് നടക്കുന്നവരെ ഒരുപാട് ഇതായിട്ട് പറയാറില്ല, ഒന്നുമില്ല. എന്തൊക്കെയോ ഇവർക്കറിയാം, ഇവരെന്തൊക്കെയോ പിടിക്കപ്പെട്ടു, എന്തൊക്കെയോ ഇവരെ പറ്റി എല്ലാവരും അറിഞ്ഞു തുടങ്ങി എന്നൊക്കെ ഇവർക്കറിയാം. പക്ഷെങ്കിൽ കൂടെ അഭിനയിക്കാൻ നായകന്മാരൊന്നും വന്നില്ലെങ്കിലും ഉണ്ടല്ലോ, അഹങ്കാരത്തിനൊരു കുറവില്ലെന്നുള്ളതാണ്. അതൊക്കെ ഇതിനകത്തൊരു വഴിയെ നമുക്ക് കാണാം. എന്നുള്ള ആദ്യമേ തന്നെ ഡോറ് തുറന്നു വരുന്ന കഥാനായികയെ നമുക്കൊന്ന് കാണാം. ഹായ് രേണു. രാവിലെ സുന്ദരിയാണല്ലോ. രാത്രി സുന്ദരി, രാവിലെ സുന്ദരിയല്ലേ ചേട്ടാ? എന്തിന് ഷൂട്ടിന് റെഡി ആയല്ലേ? പുതിയ ഗെറ്റപ്പ് ആണല്ലോ അത്. നല്ലതല്ലേ ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പാണ് ഡയറക്ടർ. ഈ പാവാട വാങ്ങിച്ചേ. പാവടയൊക്കെ പുള്ളിക്കാരിക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്ന സാധനങ്ങളാണ് കൂടുതലും കയ്യിലുള്ളത്. പിന്നെ ഇതിലൊക്കെ വലിയ രസമെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, അത് ഇതിൻ്റെ വഴിയെ ഞാൻ പറയാം. പുള്ളിക്കാരി വന്നു, അവരെല്ലാം അവിടെ നിർത്തിയേക്കുന്ന മാതിരിയാണ്. ആ വരുന്നൊരു സന്തോഷം, ആ ഒരു ഇതൊക്കെ കണ്ട പുള്ളിക്കാരി ഉദ്ദേശിച്ച രീതിക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് ഡോർ തുറക്കുന്നത്. പുള്ളിക്കാരി സുന്ദരി എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി ഈ ലോകത്തെങ്ങും അല്ല. അങ്ങ് മാനമുട്ടി അങ്ങ് ഉയരും. ഇവന്മാർക്ക് അത് അറിയുകയും ചെയ്യാം, ഈ ക്യാമറമാർക്ക് അത് അറിയുകയും ചെയ്യാം. അമ്മമാരത് ഫസ്റ്റിൽ തന്നെ അതങ്ങ് എടുത്തിട്ട് കൊടുക്കും പുള്ളിക്കാരെ പോസിറ്റീവ് ആക്കാനായിട്ട്. പിന്നെ പുള്ളിക്കാരി പോസിറ്റീവായി, പിന്നെ ആക്റ്റീവായി. ഇത്രയ്ക്ക് ഒരാൾ സുന്ദരി എന്ന് പറഞ്ഞിങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ നടന്നാലേ ഇവർക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാണേലും നമുക്ക് ഇവരുടെ ഷൂട്ടും കാര്യങ്ങളും ഉണ്ട്. എന്നാണേലും രേണു ഇപ്പോഴും അഭിനയിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇവർക്ക് ഇപ്പോഴും അഭിനയിക്കാൻ അറിയത്തില്ല. ഇവർ എന്നതൊക്കെയോ പിന്നെ ഇവരുടെ കൂടെ നല്ലപോലെ അഭിനയിക്കാൻ കഴിവുള്ളവർ വന്നാൽ ഇവർക്ക് ആദ്യം ഇവർ പിടിച്ച് നിൽക്കുന്നു എന്നല്ലേ ഉള്ളൂ. രേണുവിനെ പോലെ തന്നെ അഭിനയിക്കാൻ കഴിവില്ലാത്തൊരു നായകനെ കൊണ്ടുവന്നാൽ 8 നീളെ പൊട്ടുക തന്നെ ചെയ്യും. എല്ലാം ഏത് വീഡിയോസ് ആണേലും ഒന്നും വേണ്ട, അലനെ കൊണ്ടൊന്ന് ഇവർ കൂടെ അഭിനയിപ്പിച്ചാൽ മതി. അലനും അഭിനയിക്കാൻ അറിയത്തില്ല, അലനും ഇവരും കൂടെ ഒന്ന് അഭിനയിച്ച് നോക്കിയാൽ ചിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ആൾക്കാർ കയറി കാണും കേട്ടോ. ഇവരൊക്കെ കോക്കാമ്പിച്ച് കാണാനായിട്ട് ഇവർ ഭയങ്കരമായിട്ട് എല്ലാം തികഞ്ഞ ഒരു നടിയാന്നുള്ളൊരു ഭാവമാണ്. മറ്റുള്ളവരെ കളിയാക്കുന്നത് നമുക്കാണ്. ഇപ്പോൾ ഈ വന്നേക്കുന്ന ഒരു നടൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ പുതിയ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് വന്നേക്കുന്ന നായകൻ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ ആ ഒരു ഷാപ്പിലേക്ക് വിഷയം നടന്ന സമയത്ത് സജിനയും ഇവരെല്ലാം കൂടെ ഒരു റീൽസോ അങ്ങനെ കണ്ട് എടുത്തായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. അത് ഈ പുള്ളിക്കാരന് നല്ല രസമുണ്ടായിരുന്നു. രേണു നല്ല ഭംഗിയായിരുന്നു കണ്ടിട്ട്. ഒരിടം വൾഗറായിട്ടൊന്നും അല്ലാതെ നല്ല ഭംഗിയിൽ നല്ല ഡ്രസ്സിങ് ഒക്കെ ആയിരുന്നു ഇതിനകത്ത്. നല്ലത് നമ്മൾ പറയണമല്ലോ. അപ്പം അങ്ങനെ വന്ന് ആ ഒരു വീഡിയോ നല്ല രസമായിരുന്നു കണ്ട്. ഞാൻ എൻ്റെ ചാനൽ അത്ര കാണിക്കുകയൊക്കെ ചെയ്താണ് വീഡിയോസൊക്കെ. അപ്പോൾ ആ ഒരു മറ്റേ ഒരു കളങ്കം ഒന്ന് മാറ്റാൻ വേണ്ടി സജിനെ കിടന്ന് ഉരുട്ടി പരട്ടി എടുത്തതാണത്. ആ പുള്ളിക്കാരനാണെന്ന് എനിക്ക് തോന്നി ഇതിനകത്ത്. അത് ആൾ തന്നെയാണ് തോന്നുന്നു ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതേ ഒരു ഷേപ്പ് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് തോന്നി. ആൾ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം പുള്ളി ആദ്യമായിട്ട് കണ്ടാൽ തോന്നി ഇങ്ങനെ ഷോർട്ട് ഫിലിമിനെ കണ്ട് അഭിനയിക്കുന്നത്. അപ്പോൾ രേണു അല്ലേ ഇവിടുത്തെ റാണി, മഹാറാണിയല്ലേ, ആ മമ്മൂട്ടിയും മോഹൻലാലിനൊക്കെ മുകളിലുള്ളൊരു ആർട്ടിസ്റ്റ് അല്ലേ, അത്രയ്ക്ക് ഉയർത്തി നിൽക്കുന്നതല്ലേ. പുള്ളിക്കാർ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, എതിരെ നിന്നൊരാൾ അഭിനയിക്കുമ്പം ആ ആളെ കോക്കറി കുത്തി കാണിക്കുക, കൊഞ്ഞനം കുത്തുക, പാഴ പഠിപ്പിക്കുക. ഇതൊക്കെയാണ് ഇവർ കാണിക്കുന്ന രീതി. ഇവർ നല്ലൊരു ആർട്ടിസ്റ്റാണോ? ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് സപ്പോർട്ടാകുക എന്നുള്ളതാണ്.
അവർ പുതിയതായിട്ട് വരുന്നവരും കൂടെ ആകുമ്പോഴത്തേക്ക് അവരെ ശരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവർക്ക് ആ ഒരു അവരുടെ ഉള്ളിലെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാലേട്ടൻ്റെ കൂടെ പുതുമുഖമായിട്ട് ആരെങ്കിലും അഭിനയിച്ച് അവർ പറയാറുണ്ട് ലാലേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു, മമ്മൂക്ക സപ്പോർട്ടായിരുന്നു, അങ്ങനെ പല നടന്മാരുടെയും കാര്യങ്ങൾ പറയാറുണ്ട്. സപ്പോർട്ടായിരുന്നു, അവർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇന്ന പോലെ ചെയ്യാൻ പറഞ്ഞു എന്ന് നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സന്തോഷത്തോടെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ നടൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഇങ്ങനെ എന്നെ ഗോഷ്ടി കളിക്കാമെന്ന്, എന്നെ ഇങ്ങനെ കൊഞ്ചനം കുത്താന്ന്. ആ ഒരു സീൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. പഴയ കാര്യങ്ങളല്ലേ അതൊക്കെ പഴയ കാര്യം, അതൊക്കെ പഴയ കാര്യം. നമുക്ക് നടക്കാം. ഈ ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് രണ്ടും കൂടെ നടക്കുന്ന ഒരു സീനാണ്. ആ സമയത്താണ് രേണു അത് കാണിക്കുന്നത്. അങ്ങനെ കാണിച്ച് അവർ സ്പീഡിൽ അങ്ങ് നടന്നുപോയി. അതാണ് അവർ പറഞ്ഞത് അത്ര സ്പീഡിൽ പോകണ്ട പതിപ്പേ. അതിനെ പുള്ളി രേണുവിനോട് പറഞ്ഞു, രേണു ഇനിയും കാണിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നെ പറഞ്ഞപ്പോഴാണ് പറയുന്നത് നീ വളർന്നു വരുന്നൊരു കലാകാരനല്ലേ, ഞാൻ ഇനി കോക്കറി കാണിക്കുന്നില്ലെന്ന്. എന്ന് വെച്ചാൽ ഉഞ്ഞൂഞ്ഞിയല്ലേ, 3.5 വയസ്സുള്ള കുഞ്ഞല്ലേ മുന്നിൽ ഇരിക്കുന്ന ആളെ കൊഞ്ഞനും കുത്തി കാണിക്കാൻ നാണമുണ്ടോ ഇവക്കൊക്കെ? ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണോ കലാകാരികളെന്ന് പറയുന്നത്? ഇതൊക്കെയാണോ ഒരു ആർട്ടിസ്റ്റ്? ഇതൊന്നും അല്ല, ഇതൊക്കെ ചുമ്മാ ഇതിൻ്റെ ഒന്നും വില അറിയാൻ മേലെ ഇറങ്ങി തിരിച്ചവന്മാർ. ഇതൊക്കെ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല, ഇവളുടെ ശരീരഭാഗം കാണിക്കാൻ. ആ ഇട്ടേക്കുന്ന ഡ്രസ്സ് പല ഇതിനകത്ത് നിങ്ങൾ നോക്കണം, എടുത്തെടുത്താണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇത് പാട്ടൊക്കെ പാടി വരുന്ന അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തേക്കെന്ന് വെച്ചാൽ മെലിഞ്ഞ് സുന്ദരിയായിരിക്കുന്ന രേണുസുതി. എന്നിട്ട് ഇതിൻ്റെ ഈ ക്യാമറ കൊണ്ട് പിടിപ്പിച്ചേക്കുന്ന വിട്ടെന്നറിയാം, ആ ഫ്രണ്ടിലോട്ട് നെഞ്ചത്ത് കൊണ്ടാണ് പിടിപ്പിച്ചേക്കുന്നത്. അത് പുള്ളിക്കാരിക്ക് അറിയാൻ മേലായിട്ടല്ല, പുള്ളിക്കാരുടെ മുഖത്തിന് നേരെ ഒരു ക്യാമറ ഇല്ലും പുള്ളിക്കാരി പറയുമല്ലോ എൻ്റെ മുഖത്ത് ഇത്ര അടുപ്പിച്ച് പിടിക്കാതെ മാറ്റി പിടിക്കുന്ന പറയുമല്ലോ. അപ്പോൾ ഇത് കൊണ്ടുവരും എന്നെ പുള്ളിക്കാരി അറിയുന്നില്ലേ? കണ്ടോ, കൈയൊക്കെ പുറകെ കെട്ടി നല്ല വിശാലമായിട്ട് ഇന്നാ എടുത്തു എന്നും പറഞ്ഞ് നിന്ന് കൊടുക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇടയ്ക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. വെച്ചേച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൈ ഏറ്റവും അവസാനം വന്ന് നിൽക്കുമ്പോൾ കൈ ഒന്നും പുള്ളിക്കാരിക്ക് ഒന്നും അറിയത്തില്ല. പാവം നിഷ്കളങ്കമായിട്ട് ആ നിപ്പ് കാണുമ്പോഴേ അറിയാം ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് നിൽക്കുന്നതെന്നുള്ള നമുക്ക് കാണുമ്പോഴേ അറിയാം. അതുപോലുള്ള തോന്നിയാസങ്ങളാണ് കാണിക്കുന്നത്. ഇവർ വീണ്ടും പഴയതിനൊക്കെ പോലെ തന്നെ ആയിട്ടുണ്ട്. വെറുതെ സജിനിയൊക്കെ ഭയങ്കര ഷോ കാണിച്ച് വന്നതാണ്, അതൊക്കെ വെറുതെയാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് നെഗറ്റീവ് ഇവരുടെ ആ ഒരു പെയ്ഡ് സബ്സ്ക്രൈബിൻ്റെ ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് പൂട്ടിച്ചാൽ എന്നെ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരതിന് കൊടുക്കുന്ന അവരുടെ കലിപ്പെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഷെബീന ബീബിയുടെ കാര്യത്തിൽ ഇവർക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇവർ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരെ കൊണ്ട് പറയിപ്പിച്ച് അതിലൂടെ ഇവരുടെ കലിപ്പ് തീർത്ത് ഇവർ മനസ്സിൽ ഇതാവുകയാണ്. എന്നാൽ നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം. പണി തരുമെന്ന് എന്ത് പണി തരാനാ? എന്താ പണി തന്നാൽ തന്നു, അത്രേ ഉള്ളൂ. എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ലാത്ത ഒരാളാണ് ഞാൻ. ജീവിക്കുന്നതിന്റെ ഒരു ഇതിലാണ് അങ്ങ് ജീവിച്ചു പോകുന്നത്. അപ്പം എനിക്കിനി ഒന്നും നോക്കാനില്ല. ഉള്ളപ്പോ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. മുന്നും പിന്നെ നോക്കാൻ എനിക്കില്ല. പുള്ളിക്കാരിക്ക് മുമ്പും പിമ്പും ഒന്നും നോക്കാനില്ല എന്നാണ് പറയുന്നത്. ആ പറയുന്ന ആൾ തന്നെ ഓരോ കാര്യങ്ങൾക്കും ഇത്രയും നാൾ പിന്നെ ഈ ബഹളം വെച്ചുകൊണ്ടിരുന്ന എന്നതിനാണ് ഈ മുമ്പും പിമ്പും നോക്കാനൊന്നും ഇല്ലാത്ത ഒരാൾ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ആദ്യമേ തന്നെ അടച്ചുപൊട്ടി ഇരുന്നാൽ പോരായിരുന്നോ? ഇനിയെല്ലാം പറയുമ്പോഴത്തേക്ക് എനിക്ക് മുമ്പും പിമ്പും നോക്കാനൊന്നുമില്ല, ആരെന്നെ വെള്ളം കിടന്ന് പറഞ്ഞോട്ടെ, എനിക്കത് വിഷയമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഒരു നാട്ട കേസുകൾ ഷെബീന ബി പൊക്കിക്കൊണ്ട് വരികയില്ലായിരുന്നു. ഇവർ ഇത്രയും നാറുകയില്ലായിരുന്നു. കുറേ കഴിയുമ്പോൾ ബ്ലോഗർമാരാണെങ്കിൽ അങ്ങ് അടുത്തതിനെ കാര്യം ഇവർ പ്രതികരിക്കുന്നില്ല, പിന്നെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചായിരുന്നേ. വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാവേ. ഇവർ കുറുനേരി എന്ന് വിളിക്കുന്നത്. കുറുനേരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോറയും ബുജിയും ഒക്കെ ഉള്ളതിനകത്ത് അവരെ പതുങ്ങിയിരുന്ന് വരുന്ന അതിനെയാണ് കുറുനേരി എന്ന് പറയുന്നത്. ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഇവരെ ഈ ഒരു പേര് കൂട്ടി വിളിക്കുന്നത്. പിന്നെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കിട്ടുന്ന പേരുകൾ എന്നതൊക്കെയാണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇവർ പറയുന്നതായിട്ട് എന്നാ പല്ലി, പാറ്റ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുതിരയെന്ന് ഇപ്പോൾ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. അന്നത്തേക്ക് വെച്ച് കുതിരയോ അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ. അന്നേരത്തേക്ക് ചിരിച്ചിച്ച് പെട്ടെന്ന് ബാബുത്തേച്ച് പറഞ്ഞു അയ്യോ കുതിരയെന്ന് വിളിക്കുന്നത്. അപ്പോൾ ആരുടെ വയ്ക്കുന്നത് രേണു എന്നെ മുതിര തിന്നുമോ എന്ന് ചോദിക്കുന്നു. അന്നേരം ഏത് മീഡിയക്കാരനെ ചോദിക്കുന്നത്. അന്നേരം രേണു പറയുന്നുണ്ട് അതല്ല, അയ്യോ അത് ഇവിടെ അല്ല ചോദിച്ചേക്കുന്നത്, എൻ്റെ പെയ്ഡ് ഇതിനകത്ത് വന്നേച്ച ഒരാൾ എന്നെ കുതിരയെന്ന് വിളിച്ചതാണ് എന്നൊന്ന്. അതിനകത്ത് വിളിച്ച സംഭവം ആരും പുറത്തിറങ്ങില്ലല്ലോ, ഇവർ തന്നെയല്ലേ അത് പുറത്തൊക്കെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ ഈ കുറുനേരിയുടെ കാര്യം ചോദിക്കും. ഈ കുറുനേരി എന്നുള്ള പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ഇവരെ അങ്ങനെ ഒരു പേര് വിളിക്കുന്നത്, ഇന്ന് വരെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിപ്പോൾ ഇവന്മാർ തന്നെ കൊടുത്താണോ രേണു ഇനി പേര് പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുന്നതാണോ? കാര്യം എങ്ങനെയൊക്കെ എന്നേലുമൊക്കെ ഒന്ന് പറയട്ടെ. എനിക്ക് എന്തോ ഇവർ പറയുന്നതെല്ലാം ഷെബീന ബീവിക്കിട്ടുള്ളതാണെന്ന് എനിക്കങ്ങ് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവർ പറയുന്ന കാര്യം ഇതുകൊണ്ട് അതും തെറിയാണ് പറയുന്നത്. ഇല്ല അങ്ങനെ പറഞ്ഞാൽ എനിക്കും രാവിലെ ഞാൻ പറയുന്നില്ല എന്നുള്ള ഒറ്റയാണ്, സംസാരിച്ചില്ല. പറഞ്ഞാൽ എനിക്ക് മൈര അത്ര
കിട്ടിയില്ലല്ലേ, കിട്ടിയവർക്ക് കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇന്നലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഇല്ലല്ലോ. എന്ത് പറഞ്ഞാലും എനിക്ക് കഴിയില്ല. എന്ത് നെഗറ്റീവ് പറഞ്ഞാലും മരങ്ങളുണ്ട്, മരപ്പൊട്ടി എന്ത് പറഞ്ഞാലും മനുഷ്യരാ. അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇനി ഇല്ലല്ലോ. സോറിടാ. എത്ര തവണ അവർ ആ ഒരു ചീത്ത വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, എത്ര തവണ അവർ ഉപയോഗിക്കുന്നുണ്ട്. അവർ അത് ആദ്യം മീഡിയക്കാർക്ക് കിട്ടി, കുറച്ച് 2-3 പേർക്ക് കിട്ടിയുള്ളൂ, ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ല. അത് കിട്ടിയില്ല എന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ട് കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. എന്നിട്ട് അവരത് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ വീണ്ടും ഈ ചീത്ത വാക്ക്. ആ അടുത്ത് നിൽക്കുന്ന നായകൻ്റെ മുഖം ഇരിക്കുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ പെട്ടു എന്നുള്ള രീതിക്ക് എന്തോ നിൽക്കുന്നതെന്ന് തോന്നിട്ടോ, വന്ന് കയറിപ്പോയി എന്നുള്ളത്. ഇതൊക്കെ കൊണ്ടാണ് ഇവളുടെ കൂടെ ഇനി ആരും അഭിനയിക്കണമെന്നൊക്കെ ഇതുകൊണ്ട് തന്നെയല്ല ഷബീന ബേബിയുടെ അതിനകത്ത് വന്നുള്ള പല കാര്യങ്ങളും കണ്ണും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും ഇവളുടെ കൂടെ ആരും അഭിനയിക്കാൻ തയ്യാറാകാതിരുന്നത്. എന്നതാണേലും ഈ പുള്ളിക്കാരൻ എന്നത് ഒരുമാതിരി അയാളുടെ മുഖത്തെല്ലാം ഉണ്ട് അയാൾക്ക് പറയാനുള്ളത് മൊത്തം. അതുപോലെയാണ് അയാൾ നിൽക്കുന്നത്. ഒരു കൂടെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് നിൽക്കുമ്പോഴാണ് ഈ വക പബ്ലിക്കായിട്ട് വന്നൊന്ന് തെറി പറയുന്നവർ. അപ്പോൾ ഇവരൊക്കെ എത്രമാത്രം സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ചിന്തിച്ചേക്കും. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് നോക്കുക. ഇവരുടെ സ്റ്റാൻഡേർഡ് എന്നാന്നുള്ളത് ഇവർ ഇതിനകത്തോടെ തന്നെ ഇവരിലൂടെ തന്നെ ഇവരുടെ സ്റ്റാൻഡേർഡ് ഇവർ പുറത്ത് വിടുന്നുണ്ട്. അതേ രീതിക്ക് തന്നെ ഇവർ വിടുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. പബ്ലിക്കായിട്ട് വന്നെന്ന് വെച്ച് അവർ പറയുന്ന ഭാഷകളാണ്. അതുപോലെ തന്നെ ഇവരൊരു ഷൂട്ടിൻ്റെ ഇടയ്ക്കും ഈ ഒരു അത് പിന്നെ ഇത് ഇത്ര പച്ചയ്ക്ക് അങ്ങോട്ട് പറയുന്നില്ല, പച്ചയ്ക്ക് പറയാതെ ഇവരൊരു പാട്ടിലൂടെയാണത് പറയുന്നത്. നമുക്കത് കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഉറുമ്പാണ്, പെട്ടെന്നൊന്ന് തീർക്കുവാനും ഉറുമ്പ് വെറുതെ എന്റെ വായം തെറി കേൾക്കണ്ട കേട്ടോ. അവിടെ ഡയറക്ടർ കിടന്ന് അക്കറ മുക്കറ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സീനെ പറ്റി. പുള്ളിക്കാരി ഇവിടെ കിടന്ന് പറയാൻ കാണിക്കും. പക്ഷെ ആ പയ്യൻ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നില്ലേ, ശരിയായിട്ടും ഇതൊന്നും കേൾക്കേണ്ട, എനിക്ക് ഇവിടെ തന്നാൽ മതി, ഞാൻ എല്ലാം ഓക്കെ എന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത്. ആ ഒരു ഉറുമ്പ് അവിടെ ഉള്ളതിനാണ്. ഉറുമ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണില്ല. അവരോട് പറഞ്ഞുള്ള ഉറുമ്പാണ്, മാന്യമായിട്ട് പറയാമല്ലോ. പെട്ടെന്ന് ഷൂട്ട് എടുക്കണം, ഉറുമ്പ് കടിക്കോടെ നിന്നാൽ ഇത്രയും പറയേണ്ടതാണ് പുള്ളിക്കാരി. ഇത്രയും അതൊക്കെ ഇട്ട് കൊടുക്കുവാണ്, മീഡിയസിന് ഇട്ട് കൊടുക്കുവാണ്. ആ ഒരു പാട്ടാണ് ഞാനും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്നേലൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ മാ കൂട്ടി ചീത്ത വിളിക്കാൻ പറ്റത്തിന് ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. മൈനാകം, ആ പാട്ടാണ് ഉദ്ദേശിക്കുന്നത്. മൈനാകം എന്നുള്ളൊരു പാട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ പാട്ട് പാടി അവൾ ചീത്ത പറയുന്ന രീതിക്കാണ്. എന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ വായിൽ നിന്ന് ചീത്ത കേൾക്കുന്നത്. കൊലുസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ ഒരു കൊലുസ് വാങ്ങിക്കണമെങ്കിൽ ഇന്നത്തെ ഒരു വിലയ്ക്ക്, ഇതിപ്പോൾ ഈ പ്രാവശ്യമാണ് പുള്ളിക്കാരി കൊലുസ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ കൊലുസ് പുള്ളിക്കാരി വെളിയിൽ നിന്ന് വന്നപ്പോഴും കാലയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. അന്നേരം പുള്ളിക്കാരി പറയുന്നുണ്ട് ഈ കൊലുസിനെ പറ്റി പറയുന്നുണ്ട്. പുതിയ കൊലുസാണെന്ന് നിൽക്കുമ്പോൾ അതേന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ കൊലുസ് പുതിയ ഉടയനൊക്കെ വന്നു. അപ്പോൾ പറയും നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളവർ മേടിച്ചാൽ, നമ്മുടെ ഹസ്ബൻഡോ മക്കളോ ഒക്കെ മേടിച്ച് നോക്കി എവിടെ നിന്നാണ് മേടിച്ചത്, അല്ലെങ്കിൽ എവിടെ നിന്ന് ചേട്ടൻ മേടിച്ചേ, അല്ലെങ്കിൽ അപ്പനും അമ്മയാണെങ്കിൽ ചോദിക്കും അമ്മ ഇത് എവിടെ നിന്നാണ് മേടിച്ചത് എന്ന് നമ്മൾ ചോദിക്കും. പുറത്തുനിന്ന് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് കൊണ്ട് തന്നാൽ അയ്യോ ഇത് എവിടെ നിന്നാണ് മേടിച്ചത് നമ്മൾ അവരോട് ചോദിക്കുകയില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അവർ നമുക്ക് തരുന്നൊരു ഗിഫ്റ്റ്. നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം മേടിച്ച് നമ്മളത് അവരോട് ചോദിക്കുന്നത് എവിടെ നിന്നാണ് മേടിച്ചത്, ഏത് കടയിൽ നിന്നാണെന്ന് ചോദിക്കും. ഇത് പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. തന്നെയാ എന്റെ ചേച്ചി, ചേച്ചിയുടെ സ്നേഹ സമ്മാനമാണ്. എവിടെ നിന്നാ വാങ്ങിച്ചേ ജ്വല്ലറി? എന്തോ അവളുടെ എന്തോ പണിയെന്നോർത്തോ അറിയില്ല. രസമുണ്ടല്ലോ കാലം. കാലം ഭയങ്കര ആരാധകരാണ് ചേച്ചി. കാലം അല്ലെങ്കിൽ എപ്പോഴും നല്ല ചേച്ചി ഫേസിനേക്കാളും കാലാണ് സൂക്ഷിക്കുന്നത്. അല്ല, ഞാൻ ഫേസ് സൂക്ഷിക്കും. അതുകൊണ്ട് പ്രേമക്കൂര് 2 വന്ന് കിടക്കുവാണ്. ബ്യൂട്ടി പാർലറൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരുടെ കാല് വൃത്തിക്കും മെനക്കും ഇരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു കാലുമൊക്കെ വൃത്തിക്കും മെനക്കും കൊണ്ട് നടക്കുമോ എന്നുള്ളത്. ഈ വൃത്തിയുടെ കൂടുതലും എല്ലാം നമ്മൾ ബിഗ് ബോസ് വെച്ച് കണ്ടതാണ്. തലയിൽ കൂടെ പേന് ഓടി ഇറങ്ങി നടക്കുമെന്ന് അതിനെ പെറുക്കി കൊല്ലുവാണ്. അതിനകത്ത് ഇതിനകത്തൊക്കെ ഒരു സീൻ, ഈ നായകനും നായിക കൂടി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തടവിയൊക്കെ ഇങ്ങനെ തലയിൽ കൂടെ ഒക്കെ തടവുന്നതായിട്ട് ഷൂട്ട് നടന്നിരിക്കുക. അതെന്നാ കാണിക്കുന്നത് കണ്ടോളാം. പാൻ എടുത്തന്നല്ലേ എന്നെ കൊണ്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്കാരിക്ക് വയലൻ്റ് ആകാൻ അറിയാം. അങ്ങനെയുള്ള കാര്യത്തിൽ അതേസമയം പുള്ളിക്കാരുടെ ശരീരഭാഗങ്ങൾ എടുക്കാൻ പുള്ളിക്കാരിക്ക് വയലൻ്റ് ആകാനും ഒന്നും പുള്ളിക്കാരിക്ക് അറിയത്തില്ല. ഈ കൊലുസ് എവിടെ നിന്ന് എടുത്ത് വെച്ച് പണിതെടുത്ത്, ഇത് വൈറ്റ് ഗോൾഡാണ് കാണിച്ചേക്കുന്നത്. ഇത് പണിയുന്നിടത്തുനിന്ന് മേടിച്ചത്, പണിയുന്നിടത്തുനിന്ന്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥലമുണ്ട്? സാധാരണ നമ്മൾ ജ്വല്ലറി, പിന്നെ ചിലർക്ക് നമ്മൾ സ്വർണ്ണം കൊണ്ട് കൊടുത്ത് പണിയിച്ചെടുക്കാറുണ്ട്. ഇത് കൊടുത്ത് വെച്ചാൽ നൂരിക്ക് മാറ്റി ഇന്നത് പണിത് തരാമോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് കൊണ്ട് നമ്മൾ പറഞ്ഞെടുക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു സ്ഥലം പുള്ളിക്കാരിക്ക് അറിയത്തില്ല. പുള്ളിക്കാരി കണ്ടൊന്ന് മേടിച്ചതെന്ന് പറയുന്നത് പണിയുന്നിടത്തുനിന്ന് മേടിച്ചതാണ്. എന്നുവെച്ചാൽ പണിയുന്നിടത്തുനിന്ന് മേടിക്കേണ്ടത് എന്താ പോലെ മംഗലവും. പിന്നെ ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നൊരു കാര്യമുണ്ട്. പുള്ളിക്കാരിയുടെ കൂടെയുള്ള എല്ലാവരെയും ചീത്ത വിളിക്കുന്നു, മോശമായിട്ട് പറയുന്നു. ആ ഒരു സീൻ കണ്ടിച്ച് വേറൊരു വീഡിയോ കൂടെ ഞാൻ കാണിക്കാമേ. ഇതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് എടുക്കാം. ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ, ഓൾറെഡി സെലിബ്രിറ്റി ആയതുകൊണ്ട് പറയട്ടെ, എന്നെ പറ്റി പറയട്ടെ. എനിക്കതൊന്നും വിഷയമല്ല ചേച്ചി. പക്ഷെ വീട്ടിലുള്ള അപ്പനെയും അമ്മയും സഹോദരിയും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാനേജറെയും അവരുടെ ഫാമിലിയെ, കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും, ഇപ്പം അവരെല്ലാം
ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ആ ഒരു പറച്ചിലിട്ട് ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇത് പറഞ്ഞു കിടക്കുന്നത്. അല്ലാതെ ഒരു ആർട്ടിസ്റ്റും ഇങ്ങനെ പറയും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പുള്ളിക്കാരി ഇത് 40 തൊട്ടും എനിക്കൊന്ന് പുള്ളിക്കാരിക്ക് തോന്നുന്നുണ്ടായിരിക്കും പുള്ളിക്കാരി അങ്ങനെ അല്ലാന്ന്. അതിനായിരിക്കും എപ്പോഴും പറഞ്ഞ് മറ്റുള്ളവരെ പുള്ളിക്കാരി സ്വയം പരിചയപ്പെടുത്തുന്നത്. വീട്ടുകാരെ ബാക്കിയുള്ളവരെയൊക്കെ കിടന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ഷെബീന ബീബിയുടെ വീട്ടിൽ കയറി അവരുടെ അമ്മയും അപ്പനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർക്ക് ഈ പണി ഇപ്പോൾ കിട്ടിയത്. അവരുടെ അമ്മയും അവരുടെ അപ്പനെയും അവരുടെ കുടുംബക്കാരെയൊക്കെ പറഞ്ഞ അവരുടെ മക്കളെയൊക്കെ പറഞ്ഞതിനാണ് അവർ അതിനകത്തോട്ട് കയറി ശരിക്കും പോയി തോണ്ടിയെടുത്തുകൊണ്ട് വന്ന് മുന്നിലോട്ട് ഇട്ടങ്ങ് കൊടുത്തത്. അത് ഇവർ വിചാരിച്ചില്ല. ഇവരത്രയും പണിയെടുക്കാൻ പോകുന്നു ഇവർ ശ്രമിപ്പർ ഓർത്തില്ല. അവരെ എന്നതെല്ലാമാണ് ആ കാല് വയ്യാത്തതിന് പറയുന്നു, അതുപോലെ പാമ്പർ അങ്ങനെ എന്നതെല്ലാം അവരെ പറഞ്ഞു. അതൊന്നും എന്നെ മോശം വാക്കുകളല്ലേ. ഇവരുടെ ആൾക്കാരൊന്നും പറയില്ല. ഇവരുടെ ഒരു കരീഷ്മ എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ട്. ആ പുള്ളിക്കാരിക്ക് ഇവർ പി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ മാനേജർ എന്നാണ് പറയുന്നത്. ഇവർ മാനേജർ ആകാണ്ട ഒരു കാര്യമില്ല. അവർക്ക് അതുപോലെ സോഷ്യൽ മീഡിയയിൽ അവർ അവരുടേതായ രീതിക്ക് അവർ നല്ല രസമാണ് അവരെ കാണാനായിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്നാന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. ഇന്നലെ മഴയത്ത് പൊട്ടിമുളച്ച കൂണ് ഇതിനൊക്കെ മാനേജറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും കാണും തന്നെയാണ് ഷെബീന ബീബി പറയുന്നത്. അതൊക്കെ തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നത്. നമുക്കിത് കൂടാതെ വേറൊരു കാര്യം കൂടെ കാണാവേ. അപ്പോൾ ഇതിൽ നോക്കണം, സുന്ദരിയാന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞില്ലായിരുന്നു ഞാൻ എല്ലാവരും രാത്രിയും പകലും എല്ലാം സുന്ദരിയാന്ന്. മുഖത്തിൻ്റെ ഒരു കോലം കണ്ടോ. മറ്റൊരാളുടെ സൗന്ദര്യത്തെ ആക്ഷേപിക്കുമല്ല. മനുഷ്യർക്ക് ദൈവം തമ്മിലും ചിലർക്ക് സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്, സൗന്ദര്യം കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ പലർക്കും പല ഇതാണ്. സൗന്ദര്യത്തിൻ്റെ ഇത് പറഞ്ഞ് ഒരിക്കലും ഒരു മനുഷ്യരെ ഞാൻ ഇന്ന് വരെ ഇതാക്കാൻ പോയിട്ടില്ല. പക്ഷേ സ്വയം പുകഴ്ത്തി മറ്റുള്ളവരെ എല്ലാം കൊച്ചാണ്, മറ്റുള്ളവരും ഒന്നുമില്ല, വെറും ഇതാണ്, ഞാനാണ് എല്ലാം തികഞ്ഞത് എന്നുള്ള ഭാവത്തിൽ ഇവർ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അവർ മേക്കപ്പ് ഇടാതെ ഇവരുടെ മുഖം നിങ്ങൾ കണ്ടപ്പോൾ എങ്ങനെ ഇരിക്കും തോന്നുന്നത്. ഈ ഒരു വീഡിയോ നോക്കണം. ഈ ഒരു വീഡിയോയുടെ സംഭവം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ നേരത്തെ ഒരു ഷൂട്ടിന് പോയി അടിയുണ്ടാക്കി വന്നല്ലോ, കള്ളും കുടിച്ചത് കിട്ടും പരിചയം അടിയുണ്ടാക്കി വന്നല്ലോ. ആ ഒരു വിഷയത്തിൻ്റെ അതെല്ലാം സത്യങ്ങളാണെന്നുള്ളത് നമ്മൾ ഷെബീന ബീബിയുടെ ഇന്നലത്തെ ആ ഒരു വോയിസിനകത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് തലയ്ക്കകത്ത് ഇച്ചിരെങ്കിലും ബോധമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ സത്യങ്ങളാണെന്നുള്ളത്. അങ്ങേര് പറഞ്ഞു ഇവർ സിഗരറ്റ് വേണമെന്ന് പറഞ്ഞു, ഇവർ മദ്യം കഴിക്കുമെന്ന് പറഞ്ഞു, ഇവർ മദ്യമല്ലാത്ത എന്നതോ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അന്നേരം അദ്ദേഹം ക്ലിയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പുള്ളി അതിനൊക്കെ വലിയ ഉടായിപ്പാണ്. പുള്ളി രേണുവിനെ വെച്ചൊന്ന് ഫെയിമാകാൻ നെഗറ്റീവായിട്ടൊന്ന് ഫെയിമാകാൻ വന്നൊരു മനുഷ്യനാണ്. അത് ചീറ്റിപ്പോയി, അത്രയേ ഉള്ളൂ. അപ്പം ഈ പുള്ളിക്കാരി ആ പുള്ളിക്കാരൻ്റെ കാര്യമാണ്. അവരുടെ സെറ്റിൽ നിന്ന് പോകുന്നപ്പം ഒരു ബോക്സ് നിറച്ചും അവരുടെ കമ്മലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്തായിരുന്നു. അവർ ഓരോ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് മേടിച്ച് അവർ സൂക്ഷിക്കുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഷൂട്ട് വന്നപ്പോഴത്തേക്ക് രേണുവിൻ്റെ അത്ര കമ്മലില്ലാന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇതിൽ നിന്നെടുത്ത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഉപയോഗിച്ചോളാൻ പറഞ്ഞാൽ ബോക്സ് അവിടെ വെച്ചു. ഇവർ പോകുന്നപ്പം ആ ബോക്സ് എടുത്തുകൊണ്ടാണ് ഇവർ പോകുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ എന്നുള്ളതല്ല വിഷയം. നമ്മളൊരു സാധനം അറിഞ്ഞോ അറിയാതെയോ നമ്മളത് എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളായിട്ട് തിരിച്ചു കൊടുക്കുക, ഇതില്ലെങ്കിൽ മറ്റൊരാളിലൂടെ അത് അവിടെ എത്തിക്കാൻ നോക്കുക. അതല്ലേ ചെയ്യേണ്ട മര്യാദ. അതിനിപ്പോൾ ഒരു മുട്ടുസൂരിയാണെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ മുതലല്ലേ. അതിനെപ്പറ്റി ഒരു ന്യായീകരണമുണ്ട്, നമുക്കിപ്പോൾ ഒന്ന് കേൾക്കാം. രേണു, നല്ല രസമുണ്ടല്ലോ ഈ കമ്മല്. ഇതേതാ, എവിടുന്ന് വാങ്ങിയാ? ഇതിനെപ്പറ്റി ഒന്നും പറയണ്ടേ ചേച്ചി. ഒരു ആൽബത്തിന്റെ ഒരു വിവാദം നടന്ന ഓർമ്മയുണ്ടോ? അതെ അതെ അതെ. ഓക്കെ. അപ്പം ആ വിവാദം നടന്നപ്പം ഒരു വ്ളോഗർ വന്നിട്ട് പറഞ്ഞില്ലേ, രേണു സുധി ആ ഡയറക്ടറുടെ അവരുടെ പേര് ഞാൻ പറയാൻ താല്പര്യമില്ല ചേച്ചി, ഡയറക്ടറുടെ വൈഫിന്റെ ആഭരണം അടിച്ചുകൊണ്ട് പോയി. ഞാനൊന്നും അടിച്ചുകൊണ്ട് പോയിട്ടില്ല, ഇത് ബാഗിലായി പോയതാണ്. അവര് തന്നാണ്, ഇടാൻ വേണ്ടിട്ട് തന്ന കമ്മലാണ്. ഇത് കൂടി വന്നാൽ 40 രൂപ കാണും അല്ലേ? 40 രൂപ ഫാൻസി. ഇതിനകത്ത് പേര് പറയുന്നുണ്ട് 40 രൂപ വിലയുള്ള കമ്മൽ. ഒരു വിലയിലല്ല ഒരു സാധനത്തിൻ്റെ ഇരിക്കുന്നത്. നമ്മളൊരു സാധനം മറ്റൊരാളുടെ എടുക്കുന്നത് അത് എത്ര വിലയാണോ അതിന് അവർക്കത് നമുക്ക് ഒന്നിനുകൊള്ള ചുമ്മാ നിൽക്കുന്നത് ചപ്പയോറായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോലും അത് മറ്റൊരാളുടെ സാധനമാണെങ്കിൽ അത് എടുക്കുന്നതിൽ നമ്മളത് അവരോട് ചോദിച്ചിരിക്കണമെന്നെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുത്തിരിക്കണം. നമ്മുടെ കയ്യിൽ അറിയാതെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് 40 രൂപയുള്ള വില എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഇതിനൊരു വിലയില്ല. അത് ഒരു അവരത് ആഗ്രഹിച്ച് മേടിച്ചതായിരിക്കും ഒരു 40 രൂപയുടെ സാധനം. ഞാനിപ്പോൾ ഒരു സാധനം മേടിച്ച് അതിന് ചിലപ്പം ഒരു 5 രൂപയുള്ളായിരിക്കും. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച സാധനം അത് 5 രൂപയുള്ളെന്നും പറഞ്ഞിട്ട് വേറൊരാളത് എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് നല്ല വിഷമമാകും. കാര്യം അതിൻ്റെ വിലയല്ല, അതിൻ്റെ ഭംഗി ഇഷ്ടപ്പെട്ടാണ് ഞാനത് വാങ്ങിച്ചത്. അതായിരിക്കും അത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് മേടിച്ചതായിരിക്കും. അല്ലെങ്കിൽ അത് വേറൊരാൾക്ക് നിട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം കൊണ്ട് അവരതുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതെടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ തന്നെ നമ്മൾ പറയുള്ളൂ. വിവാദപരമായിട്ടുള്ള കമ്മൽ രേണുസുതി അടിച്ചുകൊണ്ട് വന്നെന്ന് പറയപ്പെടുന്ന കമ്മൽ. ഞാൻ ഒരു സോഡ കുപ്പിയുടെ അടപ്പ് പോലും ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ നമ്മൾ കട്ടെടുത്തത് നമുക്ക് അങ്ങനെ അറിയത്തില്ല, നമുക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, കോടീശ്വരിയായിരുന്നു. അവളുടെ വീട്ടിൽ അവർ രാഷ്ട്രീയക്കാരൊക്കെയാണ്, അവരുടെ പപ്പയാണേലും നല്ല കുടുംബമാണ്. അപ്പം അവരെന്നോട് അതല്ല, ഈ നല്ല കുടുംബം എന്ന് പറയുന്നത് പൈസക്കാരെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാശുള്ളവൻ്റെ വീട്ടിലും കൂറ സ്വഭാവം കാണിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, പൈസ ഉള്ളവൻ്റെ വീടല്ല ഭയങ്കര കുടുംബം എന്ന് പറയുന്നത്. നല്ല മനസ്സുള്ളവരുടെ കുടുംബമാണ്. നല്ല മനസ്സുള്ളവർ ഒരു മനുഷ്യനെ സഹായിക്കാനും നല്ലത് പറയാനും നല്ല രീതിക്ക് പെരുമാറാനും, അതൊരു ഓലപ്പര വീട്ടിൽ താമസിക്കുന്നവനാണെങ്കിലും അവനാണ് മനുഷ്യനിൽ ഏറ്റവും ഉയർന്നവൻ എന്ന് പറയേണ്ടത്. അല്ലാതെ കാശുള്ളവൻ ഉയർന്നവൻ, അവൻ്റെ വീട് വലിയതാണെന്ന് പറഞ്ഞാൽ അവൻ ഉയർന്നവനൊന്നും ആകത്തില്ല.
കൊച്ചു വീടാണേലും ആ വീട്ടിൽ താമസിക്കുന്നവർ ഈ വലിയ വീടും വെച്ച് വലിയ ഉയർന്നവനാന്ന് പറഞ്ഞിട്ട് അവന് വായിന്ന് വരുന്ന അങ്ങറ്റത്തെ തെണ്ടിത്തരമാണെങ്കിൽ അവനെന്തോ ഉയർന്നവെന്ന് പറയുന്നത് എന്നാ നല്ല കുടുംബം എന്ന് പറയുന്നത്. പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നതൊക്കെ അതൊക്കെയാണ് കേട്ടോ. അതാണ് ഇവരുടെ വിവരമില്ലായ്മയെന്ന് പറയുന്നത്. ഇവർ അതൊക്കെയാണ്. അപ്പം ഇവർ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ബാക്കി കൂടെ ഒന്ന് കേൾക്കാം. അതിൻ്റെ പറയാം. പറയുന്നത് രേണുവിനെ മാത്രം ഞങ്ങൾക്ക്, രേണുവിനെയാണ് ഞങ്ങൾ വിശ്വാസമായിട്ട് ഞങ്ങളെ വീട്ടിൽ കയറ്റി. കാരണം ഇപ്പൊ അവിടെ ഒരു മോതിരോ എന്തെങ്കിലും അവിടെ കിടന്നാൽ തന്നെ അവള് ഇതേ മമ്മി എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഇതിൽ ഇവർ പറയുന്നുണ്ട് രേണുവിനെ മാത്രമാണ്. ഏത് ഇവരുടെ കൂട്ടുകാരിയുടെ വീടാണ്. ഇങ്ങനെ ഒരു കൂട്ടുകാരിയും കാണുകയില്ല, ഇങ്ങനെ ഒരു വീടും കാണുകയില്ല. പുള്ളിക്കാരുടെ സങ്കല്പത്തിലുള്ള കഥയാണ് ഈ പുള്ളിക്കാരി. അതേസമയം പുള്ളിക്കാരി പറയാം, എനിക്ക് എൻ്റെ ഏത് കൂട്ടുകാരുടെ വീട്ടിലും ചെല്ലാം, ഞാൻ അവിടെ ചെന്നാൽ ഒരു സാധനം എടുക്കില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട്, അത്രയ്ക്ക് എന്നെ വിശ്വാസമാണ്, ഞാൻ ഇന്നുവരെ ആരും വീട്ടിൽ നിന്നും എടുത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇതിനേക്കാളും ജെനുവനായിട്ട് നമുക്ക് തോന്നിയതിന്. ഇത് പുള്ളിക്കാരി പറയുന്നത് എന്താ, എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ അപ്പോൾ ബാക്കി ചെല്ലുന്ന ആ പെണ്ണിൻ്റെ കൂട്ടുകാരെല്ലാം ഇവിടെ നിന്ന് മോട്ടിക്കാനായിരുന്നു ചെന്നുകൊണ്ടിരുന്നത്. മോഷണമായിരുന്നു ബാക്കിയുള്ള. രേണുവിനെ മാത്രമേ പെരക്കകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. രേണു മാത്രം പെരക്കകത്ത് കയറ്റുന്നത്, ബാക്കിയുള്ളവരെല്ലാം ഇവർ വെളി നിർത്തുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്നവരെ എല്ലാവരും ഒന്നിച്ച് അപമാനിക്കുന്നതിന് തുല്യമാണ് രേണു ഇപ്പോൾ പറയുന്നത്. വേറെ ആർക്കും അവിടെ കയറാൻ പറ്റില്ല. പിന്നെ മോതിരം നിലത്ത് കിടക്കുന്നത്, ഇതെന്ത് പൈസ ഉള്ളതിൻ്റെ വീട്ടിൽ മോതിരമാണോ നിലത്ത് വിതറിയിടുന്നത്? അത്രയ്ക്ക് വലിയ സംഭവങ്ങളാണ്. ഒരു മോതിരം നിലത്ത് കിടന്നാൽ അതെടുത്ത് അവൾ ഇന്നാ മമ്മി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞത് പുള്ളിക്കാരി? ഒന്നും കൂടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. എനിക്കങ്ങനെ തിരിഞ്ഞത് ഒന്നും കൂടെ നമുക്ക് കേട്ട് നോക്കാം. കാരണം ഇപ്പൊ അവിടെ ഒരു മോതിരോ എന്തെങ്കിലും അവിടെ കിടന്നാൽ തന്നെ അവള് ഇതേ മമ്മി എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ, ഒരു തുണിക്കശം 1 രൂപ കിടന്നാൽ അവൾ എടുത്ത് തരും മമ്മി എന്ന്. ഞാൻ ആരുടെയും അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല, എനിക്ക് താല്പര്യം, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവളെടുത്ത് ഇന്നാ മമ്മി എന്ന് പറഞ്ഞ് കൊടുക്കല്ലോ. രേണു കൊടുക്കുമെന്നല്ലല്ലോ പറയുന്നത്. ഇതാണ് പറയുന്നത്. കള്ളങ്ങൾ ഇവർ പറയുമ്പോൾ ഉണ്ടല്ലോ, ആ കള്ളങ്ങൾ തന്നെ ഇവരുടെ വായിൽ നിന്ന് പുറത്തോട്ട് വരാറുണ്ട്. കള്ളങ്ങൾ തന്നെ ഇവരുടെ വായിൽ നിന്ന് പുറത്തുങ്ങൾ, അത് തന്നെ ആ കള്ളങ്ങൾ പൊളിച്ച് പറയും. ഇവരുടെ വാ തന്നെ അത് പൊളിച്ച് കൊടുക്കാറുണ്ട്. ഭയങ്കര സത്യസന്ധതയുള്ളവളായിരുന്നെങ്കിൽ അവർ കൊടുത്ത കാത്തള ഇവരുടെ കാലേ കിടപ്പുണ്ട്. ഇപ്പോഴാണ് ആ കൊലുസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നത് കാത്തള അവിടെ നിന്ന് കിട്ടിയതിന് ഷൂട്ടിംഗ് സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടാൻ കൊടുത്ത കാത്തളയാണത്. അതുപോലെ തന്നെ കമ്മൽ, അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അറിയാതെ തന്നെ ഇനി എടുത്തായിക്കോട്ടെ, നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിന് അന്തസ്സുണ്ട്. അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഉപയോഗിച്ചിട്ടാണ് അവരെ കുറ്റം പറയുന്നത്. അപ്പം സോഡാക്കുപ്പിയുടെ അടപ്പിന് ഗുണമൊന്നുമില്ല, അതെടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഒരു പ്രയോജനവുമില്ല. കമ്മൽ നമുക്ക് ആദ്യം ഇട്ടുകൊണ്ടിരിക്കാമല്ലോ. അങ്ങനെയുള്ള മഹത്വങ്ങളൊന്നും പറഞ്ഞ് പുണ്യാളത്തി അത് നോക്കരുത്. നിങ്ങൾക്കത് ഇഷ്ടമല്ല, നിങ്ങൾ അവരെ അത്രയും കുറ്റം പറഞ്ഞു, അവരെ അത്രയും മോശമായിട്ട് അവരുടെ ഭാഗത്ത് കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ഭാഗത്ത് കൊണ്ട് തെറ്റ് അത്രയും ഉള്ള സ്ഥിതിക്ക് അവരൊന്നും ഈ സാധനം ഇടാതിരിക്കുന്നതായിരുന്നു ഏറ്റവും അന്തസ്സതായിരുന്നു. ആ കമ്മൽ ഇടാതിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഈ കമ്മൽ ഭയങ്കര ഭംഗി എന്നൊന്നും പറയാനിട്ടില്ല, അത് അവരെ കൊണ്ട് ഇവർ ചോദിപ്പിക്കുന്നതാണ്. രേണു ഈ കമ്മൽ എവിടുന്ന് നല്ല ഭംഗിയുണ്ടല്ലോ, അങ്ങനെ ചോദിച്ചാലല്ലേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സംഭവം എന്നാന്ന് ഇവർ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാന്ന് എല്ലാവരും പറഞ്ഞെന്നൊക്കെ. ഇത് ഇവർ പറയുമ്പോൾ അടിച്ചു മാറ്റില്ല, അറിയാതെ എടുത്ത് വെച്ചെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത്രയും ദിവസമായില്ല ഷൂട്ട് തന്നിട്ടില്ലെങ്കിൽ അവരത് ആ ഡെപ്പിൽ ഇവർക്ക് പറയാം, അതേണ്ട ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന സാധനം എൻ്റെ റൂമിൽ ഇപ്പോഴും എടുത്ത് വെച്ചിട്ട് അത് തൊട്ടിട്ടില്ല, എപ്പോഴെങ്കിലും ഞാനത് പറയും തിരിച്ചു കൊടുക്കും എന്നൊരു. അങ്ങേരെ അത് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന് വേണ്ട കാര്യം ഇവരെ ഇനി അവർക്ക് കാണാൻ പോലും താല്പര്യമില്ല, അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു സാധനം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, എനിക്കതൊന്നും ഉപയോഗിക്കേണ്ട എന്നിട്ട് ഞാനാണ് ഉപയോഗിക്കില്ല കേട്ടോ. കാര്യം എന്നോട് ഇത്രയും ദ്രോഹം ചെയ്ത ഒരു മനുഷ്യർ ആണെങ്കിൽ ഒരിക്കലും അവരെന്ന സാധനം പിന്നെ ഉപയോഗിക്കാൻ ഞാൻ നിൽക്കുകയില്ല, ഞാനത് മാറ്റി വെക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അത് തിരിച്ചറിയി കൊടുക്കും. പുള്ളിക്കാരുടെ ഡയലോഗ് കേട്ടോ, കമ്മലൊക്കെ ഇട്ട് മുഖത്തെ ഷേപ്പ് കണ്ടോ നിങ്ങൾ, സുന്ദരിയായിട്ടുള്ള മേക്കപ്പ്. എനിക്കൊന്ന് ഈ പുള്ളിക്കാരുടെ കയ്യിൽ ഫിൽറ്റർ ഇല്ലാത്ത ക്യാമറയാണുള്ളത് കേട്ടോ, ഫിൽറ്റർ ഇല്ലാത്ത ക്യാമറയാണുള്ളത്. ആ ക്യാമറയിലൂടെയാണ് ഇതെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ പുള്ളിക്കാരി ഇതിനകത്തിരുന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരിയുടെ കൂടെയുള്ള ക്യാമറമാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൂടെ ചിരി വരും. ഇമാർ പറയുന്ന ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ശകലം പോലും തലയ്ക്ക് മൂളയില്ലാത്തതെന്ന് നമുക്കറിയാം. ആ മൂളയില്ലാത്തവന്മാർ രേണുവിനോട് ചോദിക്കുന്ന ചോദ്യം, രേണുവിൻ്റെ ഡയലോഗ് കേട്ടതൊന്നും രേണു ഏതാണ്ട് ഭയങ്കര സംഭവം എന്നുള്ള രീതിക്ക് തിരിച്ച് പറയുന്നത്. പുള്ളി തന്നെ ഇപ്പോഴാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊന്ന് പറയാൻ പഠിച്ചെന്ന് തോന്നും. പുള്ളിക്കാരി തന്നെ ഇടയ്ക്കാണ് അത് പറയാൻ പഠിച്ചത്. അതിന് മറ്റുള്ളവരെ ഒരാൾ സബ്സ്റ്റേഷൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അതിന് കൊടുക്കുന്ന മറുപടി കേട്ടണേ. സബ്സ്റ്റേഷൻ എന്തുവാടാ എന്തുവാ സംഭവം? സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ ആണെങ്കിൽ അതിന് സബ്സ്റ്റേഷൻ കാണും, അതാണ് നീ ഉദ്ദേശിക്കുന്നത്? സബ്സ്റ്റേഷൻ അതാണ് സബ്സ്റ്റേഷൻ. എന്തുവാ സംഭവം? നിനക്ക് ഇത്രയും നാളത്തെ മീഡിയ ഫീൽഡിൽ നടന്നിട്ട് നിനക്ക് സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പറയാൻ പോലും അറിയത്തില്ല. നിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഈ കുട്ടാവിളി കൂടിയിട്ടുണ്ട്. എനിക്ക് കാര്യം എന്ന് വെച്ചാൽ ആ പെയ്ഡ് സബ്സ്ക്രൈബിനകത്ത് പുള്ളിക്കാരി എല്ലാവരും കുട്ടാന്ന് വിളിക്കുന്നതെന്ന് പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടാന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവനെ ഞാൻ കുട്ടാന്ന് വിളിച്ചതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതിന്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു കറണ്ട് തന്നെയാണ്. ഞാൻ എവിടെ ചെന്നാലും ഷോക്ക് അടിക്കും. തൊട്ടാൽ ഷോക്കാണ്, തീർച്ചയായിട്ടും തൊട്ടാൽ ഷോക്കാണ്.
ശരിയാ, എവിടെ ചെന്നാലും ഇനി നാട്ടുകാരടിക്കാതെ നോക്കണം. നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കാനുള്ള പണികളെല്ലാം നിങ്ങൾ കാണിച്ചു വെക്കുന്നുണ്ട്. അത് കിട്ടും. ഷോക്ക് അടിക്കുമല്ലോ എന്ന് അന്നേരം അറിയാം. പുള്ളിക്കാരുടെ ധാരണ ഇതൊക്കെയാണ്. കേരളം മൊത്തം പുള്ളിക്കാരിയാണ് അങ്ങ് നിലനിർത്തി കൊണ്ടുപോകുന്നത്, പുള്ളിക്കാരിയാണ് എല്ലാം എന്നുള്ളതാണ്. പുള്ളിക്കാരി എടുത്ത് തകർക്കാൻ വേണ്ടിയാണ് ഈ റിയാക്ഷൻ മീഡിയക്കാർ എടുത്ത് വെച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ വിചാരിക്കുന്നില്ല. ഇവർ കാണിച്ചു കൊടുക്കുന്ന തോന്നിവാസങ്ങൾ തകർക്കാൻ വേണ്ടി ഇവർ വലിയ ഡയലോഗ് അടിച്ചു വരുന്നു. ഞാനാണ് എല്ലാം തികഞ്ഞത് എന്നുള്ള ഭാവത്തിൽ വരും. ഇവർ സത്യം പറഞ്ഞാൽ ഇവരെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. രേണു മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഫസ്റ്റിൽ വന്നത് എങ്ങനെയാണ്? സുധിയുടെ പേര് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് വന്നവരാണ്. കരഞ്ഞു വിളിച്ച് വന്ന് ഇവർക്ക് 2 മക്കളെ വളർത്താനെന്ന് പറഞ്ഞത് വന്നേ. ആ സമയത്ത് മിക്കവരും ഇവരെ സപ്പോർട്ട് ചെയ്ത്, ഈ പറഞ്ഞ ഞാനും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാലും അവർ ജീവിക്കട്ടെ, ആ കുഞ്ഞുങ്ങളെ വളർത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ഒരു വീഡിയോസൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കാണുവാൻ, ഈ ആൽബമൊക്കെ അത് നല്ലപോലെ ഇതാക്കാൻ വേണ്ടി കാര്യം ഇവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ചുമ്മാ ടി വിക്കകത്തൂടെയും എല്ലാം ഞാൻ ഇവരുടെ ഫോണിനത്രയും എല്ലാത്തിനകത്തും എടുത്ത് ചെയ്യും, വീണ്ടും 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 അതെത്തിച്ച് കാണുമായിരുന്നു. അങ്ങനെ ഇവർക്കൊന്ന് സപ്പോർട്ട് ആവാൻ വേണ്ടി അങ്ങനെ നിന്നാണ് ഞാൻ ഇവരുടെ അടുത്ത്. അന്നൊക്കെ എനിക്ക് ഒരുപാട് വിഷമം തോന്നുമായിരുന്നു. ഇവരെ ഒത്തിരി അപമാനിക്കുന്നുണ്ടല്ലോ എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ പോകെ പോകെ ഇവരുടെ തനി സ്വഭാവങ്ങൾ പുറത്തിറക്കാൻ തുടങ്ങി. സുധിയെ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ഇവരാണ് വലിയ ആൾ കളിച്ച് വന്നത്. ഇവരെല്ലായിടത്തും ഈ സുധിയുടെ പേര് പറഞ്ഞ് നിൽക്കും. ഇപ്പം തന്നെ ഇവരെ ഷർട്ട് എടുത്തിട്ടതും ഒരു സിമ്പതിക്ക് വേണ്ടി കാണിച്ചാണ്. കാര്യം സുധിയുടെ ഇത് വരുമ്പോഴത്തേക്ക് സിമ്പതി പോലെ എല്ലാവർക്കും വരുമല്ലോ. പക്ഷെ ആർക്കും വരുന്നില്ല, ആർക്കും ഒരു സഹതാപം തോന്നുന്നില്ല. അങ്ങനെ ഇവർ വരാൻ വേണ്ടിയാണ് ഇവർ ആ സുധിയുടെ ഇതും കൊണ്ടുവന്നു. ആ കിച്ചുവിനെയും ആ റിതപ്പനെയും കൂടെ നോക്കുകയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ സ്ഥലവും വീടും കിട്ടി. ഇവരാദ്യം വീട് വെച്ചവരെ ചീത്ത പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആ വീടിൻ്റെ അവിടെ ഇവിടെ പൊളിയുന്നു എന്നും പറഞ്ഞ് രേണുവിൻ്റെ അപ്പം പോയി അവിടെ ഇവിടെ എല്ലാം ചുരണ്ടി പൊളിച്ച് കാണിച്ചു തന്നു. അത് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണെന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞ് ആ സ്ഥലം കൊടുത്ത് ബിഷപ്പിനെ ചീത്ത വിളിച്ചു. ഇങ്ങനെ എല്ലാവരും ചീത്ത വിളിച്ച് ആ കൂടി ഇവർക്ക് കുറേ കൂട്ടുകെട്ടുകൾ കൂടെ കിട്ടി. കൂട്ടുകെട്ടുകളും കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇവർ സകലതും തികഞ്ഞു. പിന്നെ ഇവരുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു അങ്ങോട്ട്. കിച്ചു അപമാനം സഹിക്കാമായിരുന്നു. ആ കിച്ചുവിനെ ഇവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ആ കൊച്ച് അതിൻ്റെ വിഷമങ്ങൾ, ഈ ചെറുപ്പ സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എത്ര വലുതായാലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവുകയില്ല. നമുക്ക് കിട്ടുന്ന പല വേദനകളും നമ്മൾ ഓരോ കാര്യങ്ങളും, ഒരുപാട് കുഞ്ഞുങ്ങൾ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കും, സ്വന്തം അപ്പൻ്റെ കയ്യിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതൊക്കെ ഒരു വലുതായി കഴിഞ്ഞാൽ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇത് കിടക്കാറുണ്ട് ഇല്ലേ. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആ കൊച്ചിൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അതിനെ ഇവരുടെ ആൾക്കാരെ കൊണ്ട് തന്നെ അതിനെ എടുത്തിട്ടങ്ങ് ഒരുമാതിരി കമൻറ്റിലൂടെ ഒരുപാട് അപമാനിച്ച് ഇവരുടെ ആൾക്കാരിലൂടെ തന്നെ. എന്നിട്ട് ഓരോരുത്തരും ഇവിടുന്ന് നെഗറ്റീവ് ഇവർ പറയുന്നുണ്ടല്ലോ അവൻ എൻ്റെ മകനാന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ടാതിനും പറയുന്നവരുടെ വീഡിയോസ് എടുത്ത് ഇവരുടെ ചാനലിനകത്ത് എടുത്തില്ലായിരുന്നല്ലോ. ഇവരുടെ ചാനലിനകത്ത് എടുത്ത് ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ വന്നിച്ച് ഒരു വലിയ സത്യസന്ധതയും നിറകുടമായ അമ്മയെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. സ്നേഹസമ്പന്നയായ ഒരു അമ്മയാണ് ഇവർ. കിച്ചു എനിക്ക് എന്നാ പറഞ്ഞാൽ എൻ്റെ മകനാന്ന് പറഞ്ഞത്. ആ അങ്ങനെ ചിന്തയുള്ള ഇവരെന്നാത്തിനാണ് കിച്ചു ഒറ്റയൊരു വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു. അങ്ങനെ അതിനകത്തും രേണുവിനെ കൊച്ച് അമ്മയെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. രേണു കൊച്ചിനെ സ്നേഹിച്ചിട്ടുള്ള കാര്യവും അത് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഇല്ലാത്തതൊന്നുമല്ല അത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവർ മറ്റുള്ളവർ നമ്മുടെ അങ്ങേയറ്റം ആ അഭിലാഷ് വരെ ഇടുന്ന വീഡിയോസ് വരെ വരുന്നത്. അതുകൊണ്ട് അവന് നെഞ്ചിനുള്ളിൽ നീയാന്നും പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ എടുത്തിട്ട് ആരൊക്കെ ഇടുന്നോ ആ പോസ്റ്റ് ചെയ്യുന്നു അതെല്ലാം എടുത്ത് പുള്ളിക്കാരുടെ ചാനലത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞ് ഇവർ പറച്ചിലൂടെ വേറൊന്നും, എന്നിട്ട് ഇവരൊന്നും അറിയത്തുള്ള പോലെ പാവം കളിച്ചത്. ഇവർ ആഗ്രഹിച്ചതാണ് ഈ കൊച്ചു ഇവിടുന്ന് പൂർണ്ണമായിട്ട് പോകണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിച്ചത്. അത് അവർക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഇവർ ഈ ഇത്രയും തോന്നിയാസങ്ങളും കാണിച്ചു ഇപ്പോഴും ഞാനാണ് എല്ലാം തികഞ്ഞോളെന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നതും എല്ലാവരും ഇവരുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവരും ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ അവർ ചീത്ത വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവരെങ്ങനെയാണെന്നുള്ളതാണ് അതിനകത്ത് തെളിഞ്ഞേക്കുന്നത്. ഇവരുടെ സ്വഭാവം എന്നാന്ന്, ഇവരെത്രമാത്രം ചവറാന്നുള്ളതുമാണ് അതിനകത്ത് തെളിഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഇനി ഇവർ ഈ ഷൂട്ട് കഴിഞ്ഞേച്ച് വരുന്ന ഒരു സീനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പം അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളോട് നിൽക്കുന്നവരൊക്കെ പറയുകയാണ്. ആ പറയുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് അറിയാം പുള്ളിക്കാരുടെ ഡ്രസ്സ് അത്ര ഇറങ്ങിയാണ് ഇരിക്കുന്നതെന്ന് അറിയാം. പക്ഷേ അതൊന്നും പുള്ളിക്കാരി അവരെടുത്തോട്ടെ എന്നുള്ള രീതിക്കാണ് കയറി വരുന്നത്. ആ ഒരു ഗ്ലാസും വെച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചുള്ള നടപ്പാണ് അവരാ നടക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇവർ എന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഈ നാശത്തിലേക്ക് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം. ചാന്ത് പൊട്ടി ഹിറ്റായ പോലെ ഫിലിമും കണ്ടല്ലോ, ഇതാണ് ഇവർ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിനി ഇതിനേക്കാൾ മോശമായിട്ട് പോകത്തുള്ളൂ. ഇവരെങ്ങനെ പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും വന്ന് ഇവരെ വെളുപ്പിക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അയ്യോ പാവം കുഞ്ഞ് ജീവിച്ച് പൊക്കോട്ടെ, ഉഞ്ഞുഞ്ഞി അതെങ്ങനെയും ജീവിച്ചോട്ടെ, പെരക്കാത്തിരുത്ത് ജീവിച്ചോട്ടെ, സോഷ്യൽ മീഡിയ വന്ന് കാണിക്കേണ്ടത് ഞാൻ പറയുന്നുള്ളൂ. ഇവർ മാന്യമായിട്ട് എന്നാ വേണമെങ്കിലും ചെയ്തോട്ടെ, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ സോഷ്യൽ മീഡിയ വന്ന് കണ്ടാൽ ഇത് കുഞ്ഞുങ്ങളും എല്ലാം ഉപയോഗിക്കുന്ന ഫോണും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ പേര് പറഞ്ഞു വന്നേച്ച് ഇപ്പം ഞാൻ എല്ലാം തികഞ്ഞ പാവം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇവരുടെ ഈ രീതിയാണ് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തത്.
അതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇവർ വിധവയാണ്, പാവമാണ്, കുടുംബം നോക്കാൻ ഇറങ്ങിയ സ്ത്രീയെ എന്നൊക്കെ പറഞ്ഞ് കുറേ ലേബലിലായിരുന്നു ഇവർ ഇറങ്ങിയത്. ആ ലേബലൊക്കെ എന്തിനുള്ള മറയായിരുന്നു. സത്യം പറഞ്ഞ് ഇവർ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച സ്ത്രീ അല്ല. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച സ്ത്രീ അല്ല. ഇവർ അഴിഞ്ഞാട്ടത്തിന് വേണ്ടി ഇവർ ഇറങ്ങി തിരിച്ച സ്ത്രീയാണ്. ഇവർക്ക് പണം വേണം. പണം എങ്ങനെ ഇവർക്ക് മാറണം, ഇവർക്ക് ജീവിക്കാനുള്ളത് പോരാ, ഇവർക്കങ്ങ് അഴിഞ്ഞാടി നടക്കണം. അതിനോട് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ച സ്ത്രീയാണ്. അല്ലാതെ ഇവർ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയൊരു വിധവയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഇറങ്ങിയൊരു വിധവയോ ഒന്നുമല്ല ഇവർ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരും. വന്നു കഴിയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോഴേ നിങ്ങളിത് ഈ പറയുന്നൊരു ഇനിയും തിരിയാൻ നിൽക്കും. ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും വെറുക്കുന്നത്. കാര്യം ഒരു വിധവ എന്ന് പറഞ്ഞാൽ എന്നാന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഒരുപാട് വിധവകളെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ കളിയാക്കുന്ന രീതിയിലാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. എന്നാലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ നിങ്ങളൊന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. ഈ ഹൈപ്പ് ചെയ്തേച്ച് നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഹൈപ്പ് ആ വരുന്നിടത്തോട്ട് തന്നെ മാറ്റിയാൽ മതി. അതങ്ങ് പൊക്കോളും. അങ്ങോട്ടേക്ക് പതിങ്ങ് തോണ്ടി വിട്ടാൽ മതി. അതങ്ങ് പൊക്കോളും. എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റും. അതുകൊണ്ട് ഹൈപ്പ് ചെയ്യാണ്ട് ആരും മറക്കരുത്. ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.